US-ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാനിൽ അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് എല്ലാ കപ്പലുകൾക്ക് മുൻപിലും അടച്ചിടുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അറിയിച്ചു. ജലപാതയിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനും ഇത് മുന്നറിയിപ്പാണ്. എന്നാൽ ഇറാനെ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ വ്യോമാക്രമണങ്ങൾ പൂർത്തിയാക്കിയെന്ന് US സൈന്യം വ്യാഴാഴ്ചയും അറിയിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകൾ നിർത്തിവെച്ചതിന് ടെഹ്റാൻ വില നൽകേണ്ടിവരുമെന്ന് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളെ പാളം തെറ്റിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇറാനിയൻ സൈനിക നിരീക്ഷണ ശേഷികൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, ഇറാനിൽ ഉടനീളമുള്ള വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് തങ്ങളുടെ സൈന്യം ആക്രമണം നടത്തിയതെന്ന് US സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറയുന്നു. US വ്യോമസേന, മറൈൻ സേന, നാവികസേന എന്നിവർ നടത്തിയ ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകിയിട്ടില്ല. എന്നാൽ ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലായ സെറ്റ് ബെല്ലോയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. 3 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ കപ്പൽ ആക്രമണത്തിന് ശേഷം ഇന്ത്യ US ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.